$300 മില്യൺ വില വരുന്ന അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം ഇറാൻ തകർത്തിരിക്കുകയാണ്. ഗൾഫിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ യുദ്ധത്തിൽ മേൽക്കൈ നേടുന്നു എന്നാണോ? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇല്ല, ഇറാൻ യുദ്ധത്തിൽ മേൽക്കൈ നേടുന്നു എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആയിട്ടുള്ള താഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ താഡ് സിസ്റ്റം അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ആ താഡ് സിസ്റ്റം ഗൾഫിൽ പരാജയപ്പെട്ടു എന്നുള്ളത് അമേരിക്കയെ ഞെട്ടിക്കും. ഇത് അമേരിക്കയുടെ കൈവശം ഇതിന്റെ 10 ബാറ്ററികൾ എന്ന് പറയുന്ന പൂർണ്ണ സംവിധാനങ്ങളാണ്. അതായത് മിസൈലുകളും റഡാറുകളും ഒക്കെ ഉൾപ്പെടുന്ന പൂർണ്ണ സംവിധാനം. ഇതുവരെ 10 ബാറ്ററികളാണ് ലോകത്തിൽ അമേരിക്ക ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ആ താഡ് സിസ്റ്റത്തിലെ 7 എണ്ണവും അമേരിക്കയെ തന്നെയാണ്. അമേരിക്കയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ പ്രതിരോധത്തിനായിട്ട് അമേരിക്കയിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 2 എണ്ണം അതായത് രണ്ടെണ്ണം ഇപ്പൊ ദുബൈയിലുണ്ട്, UAE-യിലുണ്ട്, ഒരെണ്ണം സൗദിയിലുണ്ട്. ഇത് കൂടാതെ അമേരിക്കയുടെ അതിശക്തമായ മറ്റ് റഡാറുകളും പ്രതിരോധ സംവിധാനങ്ങളും ഖത്തറിലുമുണ്ട്. പക്ഷേ ഖത്തറിലും ദുബൈയിലുമുള്ള, അതായത് ഖത്തറിലെ റഡാർ സിസ്റ്റവും UAE-യിലെ താഡ് സിസ്റ്റവും ബാലിസ്റ്റിക് മിസൈലുകൾ നശിപ്പിച്ചു. ഒന്ന് ഭാഗികമായിട്ടും ഒന്ന് പൂർണ്ണമായിട്ടും. ഗൗതം പറഞ്ഞതിനേക്കാളൊക്കെ വലിയ തുകയാണ് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത്. അതായത് മൊത്തം 2.3 ബില്യൺ US ഡോളറിന്റെ ഉപകരണങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. പക്ഷെ ഇത് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അമേരിക്ക തോറ്റുപോയെന്നൊന്നുമില്ല. അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ഇതൊക്കെ യുദ്ധത്തിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ, ഇപ്പം യുദ്ധത്തിൽ ഇന്ത്യയുടെ ഒരു 2 യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ട അതോടെ ഇന്ത്യ തീർന്നു. അങ്ങനെയൊന്നും ഇല്ല. യുദ്ധത്തിൽ എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെടും. പക്ഷെ അന്തിമ വിജയം ആർക്കാണ് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അതായത് യുദ്ധത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിച്ചെടുക്കുന്നവനാണ് യുദ്ധം ജയിക്കുന്നത്. യുദ്ധത്തിൽ വിജയിക്കും, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. ആ നഷ്ടങ്ങൾ രണ്ടു കൂട്ടർക്കും ഉണ്ടാകും. പക്ഷെ കൂടുതൽ നഷ്ടം ആർക്കാണ് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് വിഷയത്തിലേക്ക് കടന്നു വരാം. ഈ IRGC എന്ന് പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ, അവരാണ് ആദ്യമായിട്ട് ഈ അവകാശവാദം ഉന്നയിച്ചത്. പക്ഷെ ഖത്തറിന്റെ പ്രധാനപ്പെട്ട റഡാറുകളൊക്കെ തന്നെ നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളത് ഖത്തർ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഇറാന്റെ മിസൈലുകൾ അൽ റവീസ് ഇൻഡസ്ട്രിയൽ സിറ്റി, അത് UAE-യിലാണ്, ദുബൈയിലാണ്. ആ അൽ റവൈസ് സിറ്റിയിൽ ഒരു താഡ് സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ സിസ്റ്റത്തിനെ തകർത്ത് കളഞ്ഞു. അതുപോലെ തന്നെ ഖത്തറിൽ സംഭവിച്ചത് അൽ ഉദീദ് എന്ന ഒരു വ്യോമത്താവളമുണ്ട്. ഈ അൽ ഉദീദ് വ്യോമത്താവളമാണ് ലോകത്തിലെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ വ്യോമത്താവളം എന്നാണ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വ്യോമത്താവളമാണ് അൽ ഉദീദ്. ആ അൽ ഉദീദ് ഈ ഒരു സ്ഥാപിച്ചിരുന്ന താഡ് സിസ്റ്റവും പൂർണ്ണമായിട്ട് തകർക്കപ്പെട്ടു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ 2 തരം റഡാറുകളാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, AN/IPY2 റഡാർ സിസ്റ്റം, അതുപോലെ AN/FPS 132. ഈ 2 റഡാർ സിസ്റ്റവും ഈ താഡ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അത് രണ്ടും തകർക്കപ്പെട്ടു. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലാണ്. കാരണം ഈ താഡ് സിസ്റ്റം ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഇന്ത്യ S-400 റഷ്യയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ച സമയത്ത് അമേരിക്ക ഇത് ഇന്ത്യക്ക് ഓഫർ ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഇന്ത്യ ഇത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഈ താഡ് സിസ്റ്റത്തിന്റെ പരിമിതികൾ, ഈ യുദ്ധത്തിൽ ഇറാനെ പോലെ അത്ര വലിയ മിസൈൽ ശക്തി ഒന്നും അല്ലാത്ത ഒരു രാജ്യം അത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് പണ്ടും അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയം പണ്ടും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇറാഖ് യുദ്ധകാലത്ത് അന്ന് പേട്രിയോട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ആ പേട്രിയോട്ട് മിസൈലുകൾ ഇപ്പോഴും
പേട്രിയോട്ട് മിസൈലുകൾ ഇന്റർസെപ്റ്റർ ആയിട്ട് അമേരിക്ക യൂസ് ചെയ്യുന്നുണ്ട്. ഉം. അപ്പോ പേട്രിയോട്ട്, പിന്നെ ഏജിസ്, താഡ്, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് പലയിടത്തും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഒരുപക്ഷെ ഈ മിസൈലുകൾ ഒരു സെൻട്രൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ടും ബന്ധിപ്പിക്കുകയും വേണ്ട രീതിയിൽ ഗൾഫിലെ സ്റ്റാഫുകൾ ഒരുപക്ഷെ ട്രെയിൻ ചെയ്യപ്പെടാതിരുന്നതുകൊണ്ടാവാം ഈ ഒരു ദുരവസ്ഥ ഉണ്ടായത് അമേരിക്കയ്ക്ക് ഒരു കാരണം. പക്ഷേ അവിടെയും മറ്റ് ചില കാരണങ്ങൾ പ്രതിരോധ വിദഗ്ധർ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതായത് ഈ മിസൈല്, ഈ താഡ് സംവിധാനത്തിലെ ട്രാക്ക് ചെയ്യുന്ന റഡാറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ മിസൈൽ യൂണിറ്റിലേക്ക് കൈമാറുമ്പോൾ അത് സോഫ്റ്റ്വെയറിന്റെ പ്രോഗ്രാമിന്റെ സഹായത്തോടു കൂടിയൊക്കെയാണ്. അത്തരം പ്രോഗ്രാമിൽ ചില പാളിച്ചകളുണ്ട് എന്ന് ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ മിസൈലിന് അടിസ്ഥാനപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ യിലേക്ക്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യിലേക്ക് 863 മിസൈലുകളും അതുപോലെ ഡ്രോണുകളുമാണ് ഒരുമിച്ച് വിട്ടത്. ഈ നിരന്തരമുള്ള ഈ ഡ്രോണുകളുടെ വരവ് ഈ പിന്നെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ആകെ കൺഫ്യൂസ് ചെയ്യിക്കും. കാരണം എണ്ണം ഒരേ സമയം ഒരു റഡാറിനെ ട്രാക്ക് ചെയ്യുകയും എൻഗേജ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകളുടെ എണ്ണത്തിന് പരിമിതിയുണ്ട്. ഇപ്പൊ ചിലപ്പം ഒരേ സമയം 20 എണ്ണം ട്രാക്ക് ചെയ്യും, അതിൽ 6 or 8 എണ്ണത്തിനെ ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. പക്ഷേ 30 എണ്ണം ഒരുമിച്ച് വന്നാലോ? അങ്ങനെയാണ് ഈ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാനായിട്ട് ആക്രമിക്കുന്ന രാജ്യങ്ങൾ സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പൊ ഇറാന് അതുപോലെ ചില തന്ത്രങ്ങൾ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അമേരിക്കയെ പ്രതിരോധത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ, ഇന്ന് രാവിലെ അത് ഞാൻ ബ്രിട്ടനിൽ നിന്ന പ്രമുഖ പത്രങ്ങളാണ് ഇൻഡിപെൻഡന്റ്, ഗാർഡിയൻ ഒക്കെ, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം, ഈ അമേരിക്കൻ സേനയുടെ കൈവശമുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ, അതായത് ഇറാനിൽ നിന്നും ഒരു മിസൈലോ ഡ്രോണോ വന്നാൽ അതിനെ തടയാനായിട്ട് തടയേണ്ട മിസൈലുകൾ, അത്തരം ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ എണ്ണത്തിൽ വളരെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ചെയ്യുന്നത്, ഇറാന്റെ കയ്യിൽ വളരെ വില കുറഞ്ഞ 100 കണക്കിന് ഡ്രോണുകളും അതുപോലെ മിസൈലുകളും കൈവശമുണ്ട്. ഒരു 6000-7000 ബാലിസ്റ്റിക് മിസൈലുകളും ഒരു 10-15,000 ഡ്രോണുകളും ഇറാന്റെ കൈവശമുണ്ട് എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്പർ ഇവരുടെ കയ്യിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനായിട്ട് ഈ ഒരു മിസൈൽ പ്രളയത്തിലോ, ഒരു പ്രളയം പോലെ, അല്ലെങ്കിൽ ഈ ആകാശത്തിൽ നിന്ന് ഒരു തീമഴ പൊഴിയുന്ന പോലെ ഈ ഡ്രോണുകളെല്ലാം കൂടെ വന്ന് വീഴുമ്പോൾ ചിലതൊക്കെ താഴോട്ട് വീഴും. അപ്പൊ അങ്ങനെ 1-2 എണ്ണം തന്നെ ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് പതിച്ചാൽ മതിയല്ലോ നാശനഷ്ടം ഉണ്ടാകാൻ. എന്തായാലും ശരി, ഇതൊരു പരിമിതിയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കയുടെ ഇപ്പൊ നമ്മള് ചൈനീസ് സിസ്റ്റം, ഇറാന്റെ ചൈനീസ് സിസ്റ്റം HQ-9B പരാജയപ്പെട്ടത് നമ്മൾ പറഞ്ഞപ്പോൾ അമേരിക്കയുടെ സിസ്റ്റം പരാജയപ്പെട്ടതും നമ്മൾ പറയാതിരിക്കേണ്ട. ഇപ്പുറത്ത് ഇറാന് നഷ്ടം സംഭവിക്കുന്ന പോലെ അമേരിക്കയ്ക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും അമേരിക്ക തോക്കും എന്ന് ഞാൻ പറയില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ശക്തി ഇതിൽ മാത്രമല്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നഷ്ടം സംഭവിക്കുന്നത് ഗൾഫിന് മാത്രമാണ്, അമേരിക്കയ്ക്കുള്ളിലേക്ക് ആക്രമണം ചെന്നിട്ടില്ല. അപ്പൊ അമേരിക്കയ്ക്കുള്ളിൽ ഇറാന് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടായിരുന്നു എന്ന് കരുതുക, ഒരു 10,000 കിലോമീറ്റർ ദൂരം പരിധിയുള്ള. അങ്ങനെയെങ്കിൽ ആ മിസൈൽ അമേരിക്കയിൽ ചെന്ന് പതിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് നാശനഷ്ടം ഉണ്ടാകും. അതല്ലെങ്കിൽ പിന്നെ ഇറാൻ ചെയ്യേണ്ടത് അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പലോ, അതല്ലെങ്കിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു 2-3 ഡിസ്ട്രോയറുകളോ ഒക്കെ തകർത്താൽ അമേരിക്കയ്ക്ക് ആ വേദന വരും. പക്ഷെ അത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഈ വിമാനവാഹിനി കപ്പലും ഡിസ്ട്രോയറുകളും ഒക്കെ സദാ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അത് അങ്ങനത്തെ ഒരു സംവിധാനത്തെ ആക്രമിക്കണമെങ്കിൽ ഒരു കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ്, ഒരു കൂട്ടം എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ്, ചാര ഉപഗ്രഹങ്ങളുടെ ഒരു നിര തന്നെ വേണം. ആ ചാര ഉപഗ്രഹങ്ങളാണ് ഇതിന്റെ ഓരോ സമയത്തെയും പൊസിഷനും സ്പീഡും ഒക്കെ ഭൂമിയിലേക്ക് വിവരം അയക്കുന്നത്. അങ്ങനെ ഈ വിവരങ്ങൾ അയക്കുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി
ഇപ്പോഴുള്ള ലൊക്കേഷനിൽ നിന്നും ഏത് ലൊക്കേഷനിലേക്കായിരിക്കും 15 മിനിറ്റിന് ശേഷം എന്ന് മനസ്സിലാക്കി അവിടേക്ക് മിസൈൽ പ്രയോഗിക്കണം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഇറാന് കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പരിമിതിയാണിത്. വരും ദിവസങ്ങളിൽ അത് അത്തരം പരിമിതികൾ ഇറാൻ ഉള്ളിടത്തോളം അന്തിമ വിജയം അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും എന്നാണ്. പക്ഷെ അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടാകും. ഇതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും ശരി, അമേരിക്കയുടെ അപ്രമാദിത്വമൊന്നും ഇപ്പോ കാണുന്നില്ല. അവിടെയുള്ള താഡ് സിസ്റ്റം പരാജയപ്പെട്ടു. അത് അമേരിക്കയ്ക്ക് ഒരു ഞെട്ടലായിരിക്കും. ഇക്കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.